അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. അപ്പോൾ പുളിയിഞ്ചിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കടുക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉലുവ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, എണ്ണ, പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചേരുവ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും, കറിവേപ്പില, കായം, ശർക്കര, പിന്നെ പുളി പിഴിഞ്ഞ് വെച്ചതാണ്. ഇത് അത്യാവശ്യം പഴക്കം വന്ന പുളിയാണ്, നല്ല ഡാർക്ക് കളറാണ് ഇതിന് കേട്ടോ, ബ്ലാക്ക് കളറാണ്. ഇതാണ് പുളിയിഞ്ചി ഉണ്ടാക്കാൻ അടിപൊളിയായിട്ട് ഉണ്ടാവുക. അപ്പം നമ്മൾ അത്യാവശ്യം ഒരു വലിയ പീസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് പുളി. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഇഞ്ചിയാണ് ഇടുന്നത്. ഇത് നന്നായിട്ട് ആദ്യം വറുത്തെടുക്കണം. അപ്പോൾ ഇഞ്ചി ഇട്ടിട്ട് ഏകദേശം 1 മിനിറ്റിന് ശേഷം നമുക്ക് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് കണ്ടോ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടാം. ശേഷം ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ പുളിവെള്ളം കംപ്ലീറ്റ്ലി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ളുപ്പ്, അതായത് നമ്മൾ ശർക്കരയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, അപ്പോൾ മധുരം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പ്, പക്ഷേ കുറച്ച് ഉപ്പ് വേണം. ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കായം ഒരു കഷ്ണം നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. കായം നമ്മുടെ പുളി നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിനുശേഷം പുളി ഒരു 5 മിനിറ്റ് നന്നായി തിളച്ച ശേഷം മാത്രമാണ് ശർക്കര ഇടാൻ പാടുള്ളൂ. ശർക്കര വേണമെങ്കിൽ മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യാം. എത്രയാണ് നമുക്ക് മധുരം താല്പര്യം അതിനനുസരിച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 അച്ച് ശർക്കരയാണ് ഇടുന്നത്. ഒരു 3 അച്ച് ശർക്കര ഇട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് കുറുകി വരും. നന്നായി തിളച്ചിട്ട് നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ വരും കേട്ടോ. അതുവരെ നമ്മൾ തിളപ്പിക്കണം. ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എപ്പോഴും 1 സ്പൂൺ പഞ്ചസാരയും കൂടി ലാസ്റ്റ് ആഡ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഉലുവയും കടുകും പൊട്ടിക്കുകയാണ്. ഇതിൽ വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാം, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇടാതിരുന്നത്. പിന്നെ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും പിറ്റേ ദിവസമാണ് ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.